അരിസ് വൈത്തിരിയാണേ. ഇതെന്താ പരിപാടി എന്നല്ലേ, ഒരു സാധനം നമുക്ക് വിളവെടുക്കാണ്ട് ഈ മടാങ്കത്തി കൊണ്ട്. ശരി, കാണിച്ചു തരാം. ഇതാണ് നമ്മൾ അക്വാപോണിക്സ് കേട്ടോ. ഇതിലിതായി അക്വാപോണിക്സിലുണ്ടാണ് മീനിൻ്റെ ഇതിൽ നിന്ന് അമോണിയിൽ നിന്നുണ്ടാണ്. ഇതൊരു ചിരങ്ങയാണ്. ഇത് വിളവെടുക്കാൻ പോവാം. ചിരങ്ങ എന്ന് പറഞ്ഞാൽ കയ്യിൻ്റെ നീളമുണ്ട്. അപ്പം ഇങ്ങനെ കണ്ട കൃഷികളൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇട്ടുന്നത്. സുഹൃത്തുക്കളെ, ഇതൊക്കെ രാവിലെ തീറ്റ ഇട്ട് കൊടുക്കാൻ വേണ്ടി വന്നിങ്ങനെ കുളത്തിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ലൊരു രസമാണ്. രാവിലെ തീറ്റും കാത്തും ഇങ്ങനെ നിൽക്കണം, മീനുകളിങ്ങനെ കാത്ത് കാണുമ്പോഴേ നല്ല രസമാണ്. അപ്പോൾ ഇതേപോലെ എല്ലാവരും വീട്ടിലും ഇതേപോലെ ഒരു അക്വാപോണിക് സിസ്റ്റം ഉണ്ടെങ്കിൽ നല്ല കൃഷി ഉണ്ടാക്കാം. ബീൻസാണ്, ബീൻസ്, പയർ, മത്തൻ്റെ ഇലയാണ്. ഇത് ചിരങ്ങ. അപ്പോൾ 2 ആഴ്ച മുമ്പ് ഞാൻ ചട്ടിയിൽ നിന്ന് പറിച്ച് ഒഴിവാക്കിയ തക്കാളി തൈയാണിത്. തക്കാളി കൂടുതലായി കഴിഞ്ഞപ്പോൾ ഞാൻ മരം പറിച്ചിട്ടതാണ്. അതിന് ചെറിയ ചെറിയ തക്കാളികളൊക്കെ ഉണ്ട് ഇപ്പോഴും. അതിൻ്റെ ശേഷം നട്ട ബീൻസും മത്തനും പയറൊക്കെയാണിത്. ഇത് ഈ തക്കാളി കൈമെന്ന് പറിച്ചാണ്. ഈ നെട്ടുള്ള തക്കാളി ഉണ്ടോ, കടയിൽ നിന്ന് നമ്മൾ വാങ്ങുമ്പോൾ ഇങ്ങനെ നെട്ടി കിട്ടില്ലല്ലോ. അപ്പോൾ ഇത് നമ്മളൊരു ഇളം കളർ, ഏകദേശം ഈ ഒരു കളറാകുമ്പോൾ നമ്മൾ പറിച്ച് വെച്ചാൽ ഒരു കേടും വരെ അത് 2-3 ആഴ്ച ഇരിക്കും. അത് ഫ്രിഡ്ജിലാണ് വെക്കുന്നതെങ്കിൽ നല്ല കണ്ടീഷനായിട്ട് അവിടെ കേട് വരാതെ പഴുപ്പ് കയറാതെ നിന്നോളൂ. ഇത് കണ്ടില്ലേ, രാവിലെ നമ്മൾ മീനിന് തീറ്റ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മീനിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അവർ നമ്മളിങ്ങനെ കാത്തു നിൽക്കുമായിരിക്കും. തീറ്റ ഇട്ട് കൊടുത്താൽ എന്ത് ഭംഗിയാണ് കണ്ടില്ലേ. വെയിൽ കൊണ്ടിട്ടാണ് സുഹൃത്തുക്കളെ ഈ വെള്ളം ഇങ്ങനെ പച്ച കളറായിട്ടുള്ളത്. വെയിൽ കൊണ്ടാൽ എന്തായാലും ഇങ്ങനെ പച്ച കളറാവും. അതിന് വേറെ ഫിൽറ്റർ വെക്കണം. അത് ഞാനിവിടെ വെച്ചിട്ടില്ല. അപ്പോൾ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോഴാണ് വീണ്ടും വീണ്ടും വീഡിയോ ഇടാനുള്ളൊരു പ്രചോദനമാവുള്ളൂ. ഇത് ആർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നൊരു പരിപാടിയുള്ളൂ കേട്ടോ. ഇത് സെറ്റ് ചെയ്യാൻ മാത്രം കുറച്ച് റിസ്ക് ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തീറ്റ ഇട്ട് കൊടുക്കാൻ മാത്രം പോയാൽ മതി അടുത്തേക്ക്. വെള്ളം ക്ലീൻ ചെയ്യേണ്ട, ഒന്നും ചെയ്യണ്ട. കൃഷി വിളവെടുക്കാനും തീറ്റ ഇട്ട് കൊടുക്കാനും മാത്രം ഡെയിലി പോയാൽ മതി. ഇത് ഈ അക്വാപോണിക്സ് കണ്ടുപിടിച്ചത് തൃശ്ശൂരുള്ള നമ്മളെ റഷീദ് ഭായ് എന്ന് പറഞ്ഞ ഒരാളാട്ടോ. ഇപ്പോൾ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ തരാം. അപ്പോൾ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.